Very good morning to all. Come back to our classroom, Business Economics. Yesterday, we have discussed the topic Introduction to Managerial Economics, Meaning and Definition. Today, we discussed the part of that means characteristics or nature, objectives, importance or uses. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലെ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയായ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ നാച്ചർ, അതുപോലെ ഒബ്ജക്റ്റീവ്, യൂസസ് ഓർ ഇമ്പോർട്ടൻസ്, സ്കോപ്പ്. Yesterday we discussed managerial economics is concerned with the applications of economic theory to business management and lies between economist and business management to serve as a bridge between economic and business management. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വരുന്ന ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്, അതായത് മാനേജ്മെൻ്റ് എടുക്കുന്ന ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എക്കണോമിക്സ് തിയറീസ്, പ്രിൻസിപ്പിൾസ്, ടൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ്, നാച്ചുർ, ഫീച്ചേഴ്സ് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ആൻസർ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ മൈക്രോ എക്കണോമിക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻ മൈക്രോ എക്കണോമിക്സ്, മാനേജറിയൽ എക്കണോമിക്സ് കൺസിഡേർഡ് ആസ് എ മൈക്രോ എക്കണോമിക്സ് ഇൻ ക്യാരക്ടർ ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് ദ പ്രോബ്ലം ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റ്. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദി പ്രോബ്ലംസ് ഓഫ് എൻറ്റയർ എക്കണോമി. സോ ഇറ്റ് ഈസ് നോൺ ആസ് മൈക്രോ എക്കണോമിക്സ്. Second characteristics, it is a normative science. Managerial economics is a normative science. അപ്പോൾ എന്താണ് നോർമാറ്റീവ് സയൻസ് എന്ന് നമ്മൾ അറിയണം. നോർമാറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഓട്ട് ടു ബി എന്നാണ്. അതായത് ഈ നോർമാറ്റീവ് എന്നുള്ള വേർഡ്സ് വരുന്നത് എന്തായിരിക്കുന്നു എന്നതാണ് നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തുന്നത്. It is concerned with, that means managerial economics concerned with what management should do under a particular circumstances. It determines the goals of the enterprise. Then it develop the way to achieve this goal. In managerial economics, we are interested in what should happen rather than what does happen. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, അല്ലെ എന്ത് പ്രവർത്തിക്കണം, ഒരു പെർട്ടിക്കുലർ സർക്കംസ്റ്റൻസസിൽ എന്താണ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ഈ ഒരു എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? ആ ഒരു ഓർഗനൈസേഷൻസിൻ്റെ ഒബ്ജക്റ്റീവിന് ബേസിലാണ്. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നതാണ് മാനേജീരിയൽ എക്കണോമിക്സ്. അതുകൊണ്ട് തന്നെ മാനേജീരിയൽ എക്കണോമിക്സ് പറയുന്നത് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ വാട്ട് ഷുഡ് ഹാപ്പൻ ആണ്. എന്ത് സംഭവിക്കണം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനേജീരിയൽ എക്കണോമിക്സിലൂടെ കണ്ടെത്തുന്നത്. അല്ലാതെ എന്ത് സംഭവിക്കും, വാട്ട് ഡസ് ഹാപ്പൻ അല്ല, എന്ത് സംഭവിക്കണം എന്ന്, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കണമെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ആ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നതാണ് മാനേജീരിയൽ എക്കണോമിക്സിലൂടെ ബിസിനസ് എൻ്റർപ്രൈസസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാനേജീരിയൽ എക്കണോമിക്സിനെ നോർമാറ്റീവ് സയൻസ് എന്നാണ് പറയുന്നത്. തേർഡ് ഫീച്ചേഴ്സാണ്, അല്ലെ തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്
pragmatic. Managerial economics is a pragmatic. It concentrated on making economic theory more application oriented. It tries to solve the managerial problem in their day-to-day functioning of business enterprises. ഇപ്പോൾ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രാഗ്മാറ്റിക് എന്നുള്ളത്. പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നത് നമുക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് മാനേജീരിയൽ എക്കണോമിക്സിൽ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ തിയറംസൊക്കെ മാനേജ്മെൻറ്റ് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരികയാണ് മാനേജീരിയൽ എക്കണോമിക്സിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിക് ആണ്. മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളത് എക്കണോമിക്സിൻ്റെ തിയറംസും പ്രിൻസിപ്പിൾസും ഒക്കെ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ ഡേ ടു ഡേ ഫങ്ഷനിങ്ങിന് അപ്ലൈ ചെയ്യുന്ന, ആ പ്രയോഗവൽക്കരിക്കുന്ന ഒരു മെത്തേഡ്സ് ആയിട്ടാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഈസ് പ്രാഗ്മാറ്റിക്. നെക്സ്റ്റ് ആണ് പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്ന ക്യാരക്ടർ. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ വേർഡ്സിൽ തന്നെ ഉണ്ട്, പ്രിസ്ക്രൈബ് ആണ്. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനെയാണ് നമ്മൾ പ്രിസ്ക്രിപ്റ്റീവ് എന്നുള്ള ടേംസ് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് വെച്ചാൽ വിവരണമാണ്, അതിൻ്റെ ഡെപ്ത് സ്റ്റഡി ഒക്കെ നടത്തി വിവരിക്കുക എന്നുള്ള ടേംസാണ്. പക്ഷേ ഈ മാനേജീരിയൽ എക്കണോമിക്സ് പ്രിസ്ക്രിപ്റ്റീവ് എന്നാണ് പറയുന്നത്. കാരണം ഇറ്റ് പ്രിസ്ക്രൈബ് ദ സൊല്യൂഷൻ ടു വാരിയസ് ബിസിനസ് പ്രോബ്ലം. ബിസിനസ്സിൻ്റെ പ്രോബ്ലം, ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വരുന്ന പ്രോബ്ലംസ് അനുസരിച്ച് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മാനേജീരിയൽ എക്കണോമിക്സിലൂടെ. അതുകൊണ്ട് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് ദാറ്റ് പ്രിസ്ക്രിപ്റ്റീവ്. നെക്സ്റ്റ് യൂസസ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ മാക്രോ എക്കണോമിക്സും മാനേജീരിയൽ എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. കാരണം ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എക്കണോമി, ആ എക്കണോമിയിൽ വരുന്ന ചേഞ്ചസും അതിൻ്റെ മാറ്റങ്ങളും, അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റും ഒക്കെ എന്താണ് നമ്മുടെ ആ സിംഗിൾ ബിസിനസ് ഓർഗനൈസേഷനെ സ്വാധീനിക്കും. അപ്പോൾ ഈ മാക്രോ എക്കണോമിക്സിലൂടെ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ്, അതായത് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മുടെ ഒരു ഓർഗനൈസേഷൻസിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അതുകൊണ്ട് തന്നെ മാക്രോ എക്കണോമിക്സിലൂടെ എക്കണോമിക് തിയറീസൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ മാനേജീരിയൽ എക്കണോമിക്സ് ആസ് എ മാക്രോ എക്കണോമിക്സ് എന്നും കൂടി പറയാം. നെക്സ്റ്റ് യൂസ് ഓഫ് തിയറി ഓഫ് ഫേം. Managerial economics largely uses the body of economic concept and principle towards solving the business problem. It is a special branch of economics to bridge the gap between economic theory and managerial practices. കഴിഞ്ഞ ദിവസം നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് തന്നെ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസ് തിയറി ഓഫ് ഫേം എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ് മാനേജീരിയൽ എക്കണോമിക്സിന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ആണ് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ്. ഇപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ള വേർഡ് തന്നെ മാനേജ്മെൻറ്റ് എന്നതാണ് ഫസ്റ്റ് വരുന്നത്. സോ ദ മെയിൻ എയിം ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് ടു ഹെൽപ്പ് ദി മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് കറക്റ്റ് ഡിസിഷൻ ആൻഡ് പ്രിപ്പയറിംഗ് പ്ലാൻ ആൻഡ് പോളിസീസ് ഫോർ ഫ്യൂച്ചർ. Managerial economics analyzes the problems and gives solution just as doctor tried to give relief to the patient. നമ്മൾ പറയും മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ബേസിക് എയിം എന്നുള്ളത്. ഒരു ഡോക്ടർ രോഗിയെ പരിശോധിച്ചിട്ട് ആ രോഗിക്ക് റിലീഫ് നൽകുന്നത് പോലെ മാനേജീരിയൽ എക്കണോമിക്സ് ടൂൾസ് ആൻഡ് തിയറംസ് ഉപയോഗിച്ചുകൊണ്ട് ഓർഗനൈസേഷൻസിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട്
അതിന് സൊല്യൂഷൻസ് കാണുകയാണ് മാനേജീരിയൽ എക്കണോമിക്സിലൂടെ ചെയ്യുന്നത്. സോ മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ്. നെക്സ്റ്റ്, മൾട്ടി ഡിസിപ്ലിനറി. Managerial economics make use of most modern tools of mathematics, statistics, operation research, etc. in decision making and forward planning process. അതായത് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റിലെ ഡിസിപ്ലിനറി അപ്രോച്ചസ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൽ മാത്തമാറ്റിക്സ് ടൂൾസ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, ഓപ്പറേഷൻ റിസർച്ച് ടൂൾസ്, ഇങ്ങനെ പറയുന്ന പല ഡിസിപ്ലിനറിയുടെയും ടൂൾസ് ആൻഡ് തിയറംസ് ഒക്കെ മാനേജീരിയൽ എക്കണോമിക്സിൽ ഈ ഒരു ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജീരിയൽ എക്കണോമിക്സിനെ നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് മാനേജീരിയൽ എക്കണോമിക്സ് ആൻഡ് ആർട്ട് ആൻഡ് സയൻസ്. അപ്പോൾ അത് നമ്മൾ മാനേജ്മെൻറ്റൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ പറഞ്ഞിരുന്നു എന്താണ് ആർട്ട്, എന്താണ് സയൻസ് എന്നുള്ളത്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് ആർട്ട് ആൻഡ് സയൻസ് ആണ്. Because as a science, it establishes the relationship between cause and effect by collecting, classifying, and analyzing the facts on the basis of certain principles. And managerial economics is an art, means it is the study of the art of decision making in the firm. സോ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സയൻസ് എന്ന് സാധാരണഗതിയിൽ പറയാം. പിന്നെ ആർട്ട് ഇൻഡിവിജ്വൽ സ്കില്ലും കൂടി ഉപയോഗിച്ചു കൊണ്ടുള്ളതിനെയാണ്. അപ്പോൾ ഈ മാനേജീരിയൽ എക്കണോമിക്സ് ആർട്ടാണ്. എന്തിൻ്റെ പോയി മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുക എന്നുള്ള ആർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇൻഡിവിജ്വൽ സ്കിൽ അവിടെ നമ്മൾ ഇൻവോൾവ്ഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂസിൽ അതിന് ആർട്ട് എന്ന് പറയാം. അതേപോലെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റി നമ്മൾ സ്റ്റഡി നടത്തുന്നതുകൊണ്ട് അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാനേജ്മെൻറ്റിന് സയൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. These are the main characteristic or features of managerial economics. Next part ആണ് objective of managerial economics. We already discussed the basic objective of managerial economics is to analyze economic problems of the business organization and suggest solution and help the managers in decision making process. These are the ബേസിക് ഒബ്ജക്റ്റീവ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്കണോമിക്സ് പറയുമ്പോൾ തന്നെ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാനേജേഴ്സിന് ബിസിനസ് ഓർഗനൈസേഷൻസിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്, മാനേജ്മെൻറ്റിൻ്റെ ടൂൾസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് മാനേജീരിയൽ എക്കണോമിക്സിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ടു അനലൈസ് ദി എക്കണോമിക് പ്രോബ്ലംസ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് സജസ്റ്റ് സൊല്യൂഷൻ ആൻഡ് ഹെൽപ്പ് ദ മാനേജർ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. The other objective of managerial economics are outlined. First one, to integrate economic theory with business practices. Second one, to apply economic concept and principle to solve the business problem. Next, to employ the most modern instrument and tools to solve business problems. Fourth one, to allocate the scarce resources in the optimal manner. Fifth one, to make all-round development of the firms. Next, to minimize risk and uncertainty related with future action. Next, to help in demand and sales forecasting. Next, to help in operation of the firm by helping in planning, organizing, controlling, directing, etc. Next, to help in formulating business policies. Next, to help in profit maximization. Next, to help in achieve other objective of the firms like attaining industrial leadership, expansions of the market share, expansions of the business organization, diversifications of the business, etc.
ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് അറിയാവുന്നത് തന്നെയാണ്. നമ്മളത് എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇതുവരെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് യൂസസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. Basically, the most important objective of business organization is to earn maximum profit or maximization of wealth. In order to achieve these objectives, managers have to resort to decision making. Managerial economics provides a number of tools and techniques for business decision making process. In order to solve the problems of decision making, data are to be collected and analyzed in the industry and the environment in the light of business objective. നമുക്കറിയാം, ഏതൊരു ഓർഗനൈസേഷൻസിൻ്റെയും ബേസിക് എയിം അല്ലെ ഫണ്ടമെൻ്റൽ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനുമാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യുക എന്ന ആ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അല്ലെ ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വലിയ വലിയ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് നമുക്കറിയാം, ഓൾട്ടർനേറ്റീവിൽ നിന്ന് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായി ഒരുപാട് പ്രീവിയസ് ഡാറ്റ നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നമ്മുടെ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ട്, അതായത് നമ്മൾ ഒബ്ജക്റ്റീവ് അറ്റൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ആ ഇൻഫർമേഷൻസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസുകൾ മാനേജീരിയൽ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓർ യൂസസ്. ഈ മാനേജീരിയൽ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് മാനേജ്മെൻറ്റ്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കണ്ടെത്തുന്നത്. അവർ എൻവയോൺമെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ നിന്നൊക്കെ ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യും. ആ ഡാറ്റയെ അനലൈസ് ചെയ്ത് മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഇൻഫർമേഷൻസിൻ്റെ ബേസിലാണ് മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റ കളക്ഷൻസിനും അനാലിസിസിനും വേണ്ടിയിട്ട് പല ടൂൾസും മാനേജീരിയൽ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യൂസസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പോയിന്റ് വൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. നമ്മളിപ്പോൾ അത് പറഞ്ഞു, മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഡിമാൻഡ് തിയറി, സപ്ലൈ തിയറി, അതിൽ ഇലാസ്റ്റിസിറ്റി, അതുപോലെ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് തിയറംസ് നമ്മളവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ റവന്യൂസ്, കോസ്റ്റ്, അങ്ങനെയുള്ള മാർജിനൽ കോസ്റ്റ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ടൂൾസ് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ടൂൾസും നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സുകളൊക്കെ ഈ ടൂൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് കേസാണ്, ഇറ്റ് ഗിവ്സ് ആൻസേഴ്സ് ടു ദ ബേസിക് പ്രോബ്ലംസ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്. Next, it supplies data for analysis and forecasting. Next, it provides tools for demand forecasting and profit planning. Next, it guides the managerial economist for providing accurate information for decision making process of the enterprises. Next, it helps in formulating business policies. Next, it assists the management to know internal and external factors which influences the business organization. Next ആണ് സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ഇമ്പോർട്ടൻസ് ആണ് സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളത്.
ഇപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് വരെ വളരെ വൈഡാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു ബിസിനസ് എക്കണോമിക്സും മാനേജീരിയൽ എക്കണോമിക്സും തമ്മിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഡിഫറൻസ്. ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്കണോമിക്സ് ടൂൾസ് ഉപയോഗിക്കുന്നതിനെയാണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് അവിടെ പ്രോഫിറ്റ് ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ അപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടൂൾസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് എക്കണോമിക്സ് അപ്ലിക്കേഷൻസ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സ്കോപ്പ് മെയിനായിട്ട് 2 ഫണ്ടമെൻ്റൽ ഏരിയാസിലാണ്, അല്ലെ 2 ഏരിയാസിലാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണല്ലോ മാനേജറിയൽ എക്കണോമിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ സ്കോപ്പ് കവേഴ്സ് 2 ഏരിയാസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഫസ്റ്റ് വൺ ഈസ് ഓപ്പറേഷണൽ ഓർ ഇൻറ്റേർണൽ ഇഷ്യൂ, സെക്കൻഡ് വൺ ഈസ് എൻവയോൺമെൻറ്റൽ ഓർ എക്സ്റ്റേർണൽ ഇഷ്യൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഓപ്പറേഷണൽ ഓർ ഇൻറ്റേർണൽ ഇഷ്യൂസിൽ നോക്കാം. അതായത് അതിൻ്റെ പേരിൽ തന്നെയാണ് ഇൻറ്റേർണൽ ഇഷ്യൂസ് ആണ്, വിത്തിൻ ദി ബിസിനസ് ഓർഗനൈസേഷൻസിലാണ്. ദ ഇഷ്യൂസ് ദോസ് വിച്ച് അറൈസസ് വിത്തിൻ ദി ഓർഗനൈസേഷൻസ് ആണ് ഈ ഒരു ഇൻറ്റേർണൽ ഇഷ്യൂ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഇഷ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻസിന് ഓർഗനൈസേഷൻസിൻ്റെ മാനേജ്മെൻറ്റിന് കൺട്രോളബിൾ ആകുന്ന ഒരു ഇഷ്യൂസ് ആയിരിക്കും എപ്പോഴും ഇൻറ്റേർണൽ ഇഷ്യൂ, അവരുടെ അണ്ടറിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ഡിമാൻഡ് എന്താണെന്ന് നമുക്കറിയാം ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ടു ബി സോൾഡ് ഇൻ ദി മാർക്കറ്റ്. ദ വോളിയം ഓഫ് ദ പ്രൊഡക്ഷൻ ഡിപ്പെൻഡ് അപ്പോൺസ് ദി ഡിമാൻഡ്. Therefore, the management analyzes demand and take decision on the basis of this analysis. For analyzing the demand, the management applies demand theory, which explains the consumer's behavior. The knowledge of demand theory can also be helpful for forecasting future demand. Demand forecasting is essential for every business planning. നമുക്കറിയാം വോളിയം ഓഫ് ദി പ്രൊഡക്ഷൻ എപ്പോഴും ഡിമാൻഡിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഡിമാൻഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയറിന് ഡിപ്പെൻഡബിൾ ആയിരിക്കും എപ്പോഴും ഡിമാൻഡ്. അപ്പോൾ ഈ ഡിമാൻഡിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസാണ് എന്ത്, ഈ ഡിമാൻഡ് അനാലിസിസ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിമാൻഡ് ലോ ഓഫ് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഒക്കെ ഉപയോഗിക്കുന്ന ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾസ് അത് എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് ടൂൾസ് അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡൊക്കെ നമ്മൾ ഓർഗനൈസേഷൻസിൻ്റെ ഡിമാൻഡ് അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വൺ ഓഫ് ദ സ്കോപ്പ് ഏരിയ ആണ് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. നെക്സ്റ്റ് സ്കോപ്പാണ് പ്രൈസിങ് ഡിസിഷൻ. വൺസ് എ പ്രൊഡക്റ്റ് ഈസ് റെഡി ഫോർ സെയിൽ, ദ ഫേം ഹാസ് ടു ഫിക്സ് ഇറ്റ്സ് പ്രൈസസ്. The price has to be fixed according to the condition in the market. So, pricing is very important aspects of managerial economics. Firms' revenue earnings largely depend upon its pricing policies. We know every successful organization, the success is mainly depend on the correct price decision taken by time to time. Price theory can be helpful in determining correct pricing policy of the firm. Price policy or price theories include the price determination under different types of market condition, pricing method, price forecasting, etc. നമുക്കറിയാം പ്രൈസിങ് പോളിസീസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ റെഡിയാണെങ്കിൽ, അത് കസ്റ്റമേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ, അതിന് നമ്മൾ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടി വരും. ആ പ്രൈസിനാണ് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് മാർക്കറ്റ് കണ്ടീഷൻസിൻ്റെ ബേസിലാണ്.
ഇപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അതിന് പോളിസീസാണ് ഒരു ഓർഗനൈസേഷൻസിൻ്റെ സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് സെയിൽസാണ്. അപ്പോൾ ആ സെയിൽസിന് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്കണോമിക്സിൻ്റെ തിയറംസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പ്രൈസിങ് തിയറി, ഡിഫറെൻറ്റ് മാർക്കറ്റ് സിസ്റ്റത്തിൽ, ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ ഏതൊക്കെ പ്രൈസിങ് മെത്തേഡ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എക്കണോമിക്സിൻ്റെ തിയറംസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്. The resources or means to produce goods and services are scarce. We already discussed in earlier class, but they can be put to alternative uses. The limited resources must be utilized in such a way as to obtain maximum output to minimize the total cost. For taking such a decision, തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് ആർ യൂസ്ഫുൾ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് സ്കേഴ്സ് റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സസും അൺലിമിറ്റഡ് വാണ്ട്സും ആണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അല്ലെ ആ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന റിസോഴ്സസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഈ ലിമിറ്റഡ് റിസോഴ്സസിന് മൾട്ടിപ്പിൾ യൂസേജ് ഉണ്ട്. അപ്പോൾ ആ മൾട്ടിപ്പിൾ യൂസേജ് ഉള്ള ഈ ലിമിറ്റഡ് റിസോഴ്സസ് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഒപ്റ്റിമൽ ഉപയോഗം നടത്താൻ വേണ്ടി പറ്റും, അതിലൂടെ അവർക്ക് അവരുടെ ഒബ്ജക്റ്റീവ് എങ്ങനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഈ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസിന് വേണ്ടിയിട്ട് നമ്മൾ മാനേജീരിയൽ ടൂൾസ് അല്ലെങ്കിൽ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തിയറി ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് അനാലിസിസ്, ഇങ്ങനെ പറയുന്ന പല ടൂൾസുകളും ഈ ഒരു ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ് അനാലിസിസ്. ബിസിനസ് ഫേംസ് വർക്കിംഗ് ഫോർ പ്രോഫിറ്റ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ഓഫ് ദി സക്സസ്. But a firm working under conditions of uncertainty and risk. So, profit planning become necessary under the conditions of uncertainty. ഇപ്പോൾ നമുക്കറിയാം, ബിസിനസ് ഓർഗനൈസേഷൻ്റെ ബേസിക് എയിം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു പ്രോഫിറ്റ് മാക്സിമൈസേഷൻസ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷൻ അത് സക്സസ്ഫുൾ ഓർഗനൈസേഷൻസ് ആണ് എന്ന് പറയണമെങ്കിൽ അതിന് എത്ര പ്രോഫിറ്റ് റൈസ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ബേസിലാണ്. അതായത് പ്രോഫിറ്റ് ഏണിംഗ് ആണ് ഒരു ഓർഗനൈസേഷൻസിൻ്റെ സക്സസിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഫിറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഓർഗനൈസേഷൻസിന്. അതിൻ്റെ സർവൈവലിന് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. പക്ഷേ ഈ പ്രോഫിറ്റ് എവിടെ നിന്നാണ് മേക്ക് ചെയ്യേണ്ടത്? നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഫ്യൂച്ചർ വൺസ് അൺസർട്ടൈനിറ്റിയാണ്, റിസ്ക് ഉണ്ട്, അതിൽ വളരെ റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. അൺസർട്ടൈൻ കണ്ടീഷൻസിൽ നിന്നാണ് ഫേമിന് എന്ത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രോഫിറ്റ് അറൈസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ അൺസർട്ടൈനിറ്റി റിഡക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പരമാവധി കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതിൽ അറൈസ് ചെയ്യുന്ന റിസ്കിൻ്റെ ടോളറൻസ് കുറച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാനേജീരിയൽ എക്കണോമിക്സിൽ പല എക്കണോമിക്സ് ടൂൾസും ഉപയോഗിക്കുന്നുണ്ട് തിയറി അൺസർട്ടൈനിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ ബജറ്റിംഗ്. The business managers have to take a very important decision relating to the firm capital investment. The managers has to calculate correctly the profitability of the investment and to properly allocate the capital. The success of every organization depends upon the proper analysis of capital project and selecting the best one. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻസിൽ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അപ്പോൾ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒരുപാട് നമ്മൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് റിട്ടേൺസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടുമോ അല്ലെങ്കിൽ ഫെയിലിയർ വരുമോ, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചറും ക്യാപിറ്റൽ പാറ്റേൺസും ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമുക്ക് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് എൻ്റയർ ഓർഗനൈസേഷൻസിൻ്റെ ഫെയിലിയറിനെ ബാധിക്കും.
അതുകൊണ്ട് തന്നെ ഒരു സക്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ ദി ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് or the capital investment pattern of that organization. അതുകൊണ്ട് തന്നെ ഈ ബെസ്റ്റ് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അനലൈസ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് ആവശ്യമാണ്, അനലൈസേഷൻസ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ പല ടൂൾസുകളും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഏതാണ് ബെസ്റ്റ് വൺ ഓൾട്ടർനേറ്റീവ്സ് ഏതാണ്, എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റിട്ടേൺസ് അവിടെ നിന്ന് കിട്ടും, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ എക്കണോമിക്സിൻ്റെ ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് കേസാണ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ അനാലിസിസ്. പ്രൊഡക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൊസീഡ് ദ ഫിസിക്കൽ ടേംസ് വൈൽ കോസ്റ്റ് അനാലിസിസ് പ്രൊസീഡ് ഇൻ മോണിറ്ററി ടേംസ്. അതേ വ്യത്യാസമുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കോസ്റ്റ് അനാലിസിസ് എന്നുള്ളത്. അവിടെ നമ്മൾ മോണിറ്ററി ടേംസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നതാണെങ്കിൽ അത് കോസ്റ്റ് എന്നും, ഇനി മെറ്റീരിയൽസ് യൂസേജും മറ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന പ്രോസസ്സിൻ്റെ അനലൈസിസ് ആണെങ്കിൽ അതിനെ പ്രൊഡക്ഷൻ അനാലിസിസും എന്നാണ് പറയുന്നത്. അതിൻ്റെ പുറമെ ഇവിടെ സപ്ലൈ അനാലിസിസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ സപ്ലൈ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഡിമാൻഡിനനുസരിച്ചിട്ട് നമുക്ക് മാർക്കറ്റിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സപ്ലൈസ് ഉണ്ടാകും. അപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ പ്രൈസും ഇക്വിലിബ്രിയംസും ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ആ ഒരു മാർക്കറ്റിൽ ഒരു ഗുഡ്സിൻ്റെ സപ്ലൈയും അതേപോലെ തന്നെ അതിൻ്റെ ഡിമാൻഡിനെയും ഡിപ്പെൻഡ് അപ്പോൺസും നമുക്ക് പിന്നീട് അത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു മാർക്കറ്റിൽ ഒരു പ്രൈസ് ഫിക്സേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തണം എന്നതിനൊക്കെ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ എപ്പോഴും അതിൻ്റെ ഡിമാൻഡിൻ്റെയും സപ്ലൈയും ഡിപ്പെൻഡ് അപ്പാണ്. അപ്പോൾ ഈ ഒരു ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ എത്ര ഡിമാൻഡ് ഉണ്ട്, എത്ര സപ്ലൈ ഉണ്ട്, അല്ലെങ്കിൽ എത്ര പ്രൊഡക്ഷൻസ് നടത്തണം, ഇതൊക്കെ ഈ തീരുമാനങ്ങളൊക്കെ ഒരു എൻ്റർപ്രൈസസ് എടുക്കണമെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടണം. ഈ ഇൻഫർമേഷൻ മാനേജീരിയൽ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് വാരിയസ് ടൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് സപ്ലൈ അനാലിസിസ്, പ്രൊഡക്ഷൻ അനാലിസിസ് ഒക്കെ പറയുന്ന ഒരു ഡിമാൻഡ് അനാലിസിസ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസ് നമ്മൾ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് മാനേജീരിയൽ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഒരുപാട് പോയിൻറ്റ്സ് പറയാൻ വേണ്ടി പറ്റും. സ്റ്റഡി ഓഫ് ദ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയാണ്, മാർക്കറ്റിൽ പ്രസൻറ്റ് സിറ്റുവേഷൻസ് എന്താണ്, ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സ്റ്റഡി നടത്താൻ പറ്റും. അതൊക്കെ ഈ ഒരു മാനേജീരിയൽ എക്കണോമിക്സിലൂടെ തന്നെ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻസിനെയോ മാർക്കറ്റ് സ്ട്രക്ചറിനെയോ പ്രസൻറ്റ് വ്യൂസ് ഓഫ് മാർക്കറ്റ്സിനെ പറ്റിയിട്ടൊക്കെയുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ടൂൾസ്, അതിന് ആവശ്യമായിട്ടുള്ള ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ടൂൾസ് മാനേജീരിയൽ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് അതുപോലെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ എത്രത്തോളം ഇൻവെൻട്രി കീപ്പ് ചെയ്യണം. അതായത് എ ഫേം ഷുഡ് ഓൾവേസ് കീപ്പ് ആൻ ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക്. ഇഫ് ദ സ്റ്റോക്ക് ഈസ് ടു മച്ച്, the capital is unnecessarily locked up in inventories. At the same time, if the level of inventory is low, the production will be interrupted due to non-availability of materials. Hence, a firm always prefers to have an optimum quantity of stock. Therefore, managerial economics will use some method such as ABC analysis, inventory model with a view to minimize the inventory cost. So, inventory management is one of the important area of usage of managerial economics in business organizations. അതായത് നമ്മുടെ സ്റ്റോക്ക് ഒരിക്കലും കൂടുതലും ആകാൻ പാടില്ല, കുറയാനും പാടില്ല. കൂടുതലായാൽ നമ്മുടെ പൈസ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വെറുതെ ഐഡിലായിട്ട് നമ്മുടെ സ്റ്റോക്കിൽ കെട്ടിക്കിടക്കും. അത് സെയിൽ ചെയ്തിട്ട് പൈസയായിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്നുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടും. അതേസമയം വളരെ കുറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻസിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിൽ കൃത്യമായിട്ടുള്ള ഒരു ലെവൽ, അതായത് നമ്മുടെ സ്റ്റോക്ക് കെട്ടിക്കിടക്കാനും പാടില്ല, അതേസമയം നമ്മുടെ പ്രൊഡക്ഷൻ ഇൻ്ററപ്ഷൻസ് വരാനും പാടില്ല. അപ്പം ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ഓർഗനൈസേഷൻസിൻ്റെ സക്സസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യൂസാണ്.
അപ്പോൾ ഇത് നമ്മൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്കണോമിക്സിൽ പല ടൂൾസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ABC അനാലിസിസ്, ഇൻവെൻട്രി മോഡൽസ്, ഇങ്ങനെ പറയുന്ന പല ടൂൾസും, EOQ, അങ്ങനെ കുറേ മോഡൽസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മോഡൽസുകളൊക്കെ മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ. രണ്ടാമത്തെ മേജർ സ്കോപ്പ് ഏരിയ ആണ് എക്സ്റ്റേണൽ ഇഷ്യൂസ് ഓർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. It refers to the general business environment in which the firms operate. The study of economic environment should include, അതിൽ വരുന്ന ഒരുപാട് പോയിന്റ്സ് വരുന്നു. ജസ്റ്റ് ഒരു സ്റ്റഡി ഓഫ് എക്കണോമിക് എൻവയോൺമെൻറ്റ് ഷുഡ് ഇൻക്ലൂഡ് ദ ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം ഇൻ ദി കൺട്രി. സെക്കൻഡ് വൺ ഈസ് the general trend in production, employment, income, price, saving, investment, etc. Trends in working of financial institution like bank, financial corporation, insurance companies, etc. Magnitude and trends in foreign trade, trend in labor and capital market, government economic policies, industrial policies, monetary policies, fiscal policies, pricing policies, etc. These are the main area of environmental issues related with or affected by the organizations that working in that economy or industry. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഈ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇതിനനുസരിച്ചിട്ടാണ് ഒരു ഓർഗനൈസേഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മാർക്കറ്റിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന എക്കണോമിക് പോളിസീസ്, ഇൻഡസ്ട്രിയൽ പോളിസീസ്, മോണിറ്ററി പോളിസീസ്, ഫിസ്ക്കൽ പോളിസീസ്, ഇതൊക്കെ ആ ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യേണ്ടി വരും. അതേപോലെ ആ ഒരു ഓർഗനൈസേഷൻസ് അവരുടെ ഉൽപ്പാദനം, പ്രൊഡക്ഷൻസും സെയിലിങ്ങൊക്കെ നടത്തണമെങ്കിൽ നമ്മുടെ മാർക്കറ്റിലെ ട്രെൻഡ് എന്താണ് എന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയണം. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പം തന്നെ വേറെ അസിസ്റ്റൻസും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ പോളിസീസും ട്രെൻഡ്സും എന്തൊക്കെയാണ്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസൊക്കെ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് എൻവയോൺമെൻറ്റൽ കൺസിഡറേഷൻ അല്ലെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൺസിഡറേഷൻ ചെയ്തുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു കണ്ടീഷൻ നിലനിൽക്കുന്ന എക്കണോമിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവരുടെ ഈ ഒരു ഓർഗനൈസേഷൻസിൻ്റെ എല്ലാ പ്രോസസ്സിലും അല്ലെങ്കിൽ എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു ഓർഗനൈസേഷൻസിന് സക്സസ്സിന് ഏറ്റവും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻസ് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൻ്റെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും മാനേജീരിയൽ എക്കണോമിക്സ് ഒരു ഓർഗനൈസേഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാക്രോ എക്കണോമിക്സ് ഓൾമോസ്റ്റ് എല്ലാ മാക്രോ എക്കണോമിക്സ് കോൺസെപ്റ്റുകളും അല്ലെങ്കിൽ തിയറംസും പ്രിൻസിപ്പിൾസും ഒക്കെ ഈ എൻറ്റയർ എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്രോ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഇൻഫർമേഷൻസും ഈ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ളതാകും. ഇത് മാനേജ്മെൻറ്റിന് ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ മാനേജ്മെൻറ്റിന് ആ ബിസിനസ് ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ കണ്ടക്ട് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ട് മാറും. ദീസ് ആർ ദ മെയിൻ സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ഓക്കെ, ഇൻ ദിസ് ലെസൺ we have discussed the characteristics or nature of managerial economics, objective of managerial economics, uses or importance of managerial economics, and scope of managerial economics. Okay.